പ്രസന്ന ടിപ്സിലേക്ക് ഇന്ന് എല്ലാവർക്കും വലിയൊരു സ്വാഗതം കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ അധികം വൈറലായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, എങ്കിൽ പോലും എൻ്റെ അയലത്തുകാരും എൻ്റെ സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ വൈറലായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. എന്ന് പറയാൻ കാരണം ഇത് ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി ഇടുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത്, കാര്യം എന്ന് വെച്ചാൽ ആരെയും കൂലിക്ക് ഒന്നും നിർത്താതാണ്ട് എന്ത് തന്നെ നട്ടാലും അതിന് എന്ത് തന്നെ ജോലി ആയാലും ശരി തന്നെ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണ് എൻ്റെ കൃഷി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അയലത്തുകാരും ബന്ധുക്കാരും ഒക്കെ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഇത് എന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് കേട്ടോ. അപ്പം അത് എന്നെങ്കിൽ എന്നെ എപ്പോഴും വഴക്ക് പറയും, ഇത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, വീഡിയോ ഇട്ട് കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റത്തുള്ളൂ, ഇത് പ്രസന്ന ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലയോ. കാര്യം എന്ന് വെച്ചാൽ ഒരു കൂലിക്ക് ഒരാളിനെ വിളിച്ചു നിർത്തി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും നിറഞ്ഞ് നമ്മുടെ കൃഷിസ്ഥലം അങ്ങ് നിറഞ്ഞ് നല്ലതുപോലെ കിടക്കുന്ന കണ്ടാൽ തന്നെ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സന്തോഷ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ വീട്ടമ്മമാരും പറയുന്നത് എന്തോന്ന് വെച്ചാൽ, എനിക്ക് ഇന്ന് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. അപ്പോഴേ എൻ്റെ കൂട്ടുകാരും ഒക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ. കാര്യം എന്ന് വെച്ചാൽ എനിക്കും ഉണ്ടൊരു ജോലി. എൻ്റെ അടുത്ത് ഒരു സ്കൂളിൽ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ അത് ജോലി കഴിഞ്ഞിട്ട് വന്നാണ് ഞാൻ 1 മണിക്കൂർ ഇതിന് വേണ്ടി സമയം ചിലവാക്കുന്നത്. അപ്പോൾ ഇത്രത്തോളമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ ആരാ അങ്ങനെ പറയാത്തതില്ലേ. ഇതൊരു വീഡിയോ അങ്ങ് ഇട്ടാലെന്ത്, യൂട്യൂബൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴൊരു യൂട്യൂബിന് തുടങ്ങാൻ വേണ്ടിയല്ല, അതിന് മുമ്പേ ഇത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും ഇവരാരും കണ്ടിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ യൂട്യൂബിനകത്ത് ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഇവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോഴാണ് എന്നെ എല്ലാവരും ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്താ യൂട്യൂബിനകത്ത് ഇടാത്തത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. അവർക്കാണ് എന്നെക്കാട്ടി വലിയ സന്തോഷം, അവർക്കാണ്, എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെയും കൂടെ ആ ഒരു സന്തോഷം അറിയിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏത് വീട്ടമ്മമാരായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. ജോലി കൊണ്ട് പോലും ഇല്ല പോലും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന എന്തോന്ന് വെച്ചാൽ, ഇപ്പം ആരോഗ്യമുള്ള നല്ല മക്കളായിട്ട് വളരണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നല്ല വിഷമില്ലാത്ത പച്ചക്കറി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ വീട്ടമ്മമാരും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കെ. ഇപ്പോൾ ജോലി കൊണ്ട് പോലും ഇല്ല പോലും നമുക്കത് ഓരോ വീട്ടമ്മമാരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എന്നോട് പറഞ്ഞ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വൈകിട്ട് വന്ന് ജോലിയും കഴിഞ്ഞ് വന്ന് നമ്മൾ എന്തായാലും ഇച്ചിരി സമയം റെസ്റ്റ് എടുക്കുമല്ലോ. ആ റെസ്റ്റ് എടുക്കുന്ന സമയം നമുക്ക് മക്കൾക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ച് കൊടുക്കുന്നത്, അത് ആരോഗ്യമുള്ള നല്ല പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനി മുതലെങ്കിലും എല്ലാ വീട്ടമ്മമാരും അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴേ എൻ്റെ കൂട്ടുകാരെല്ലാവർക്കും വേണ്ടി വലിയൊരു ഹായ്. എല്ലാവരും ഇത് കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാവരും ഈ കാണുന്നവരെല്ലാവരും എൻ്റെ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും വലിയൊരു ഹായ് കേട്ടോ. അപ്പോഴെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ വീഡിയോ എല്ലാവരും കണ്ട് മാക്സിമം ആളുകളിൽ ഇതെത്തിക്കുക. കൊറ്റങ്കര കൃഷിഭവനിൽ പരിധി വരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീടും ഈ സ്ഥലവും. പിന്നെ കിളിയള്ളൂർ കൃഷിഭവനും ഇതിൻ്റെ ഇടയ്ക്ക് വരും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ വിത്ത് മേടിച്ചുകൊണ്ട് വന്ന് നടുന്നതും, പിന്നെ എൻ്റെ കയ്യിലുള്ള വിത്തുകൾ ഉണക്കിയെടുത്ത് നട്ടതാണ് ഈ വെണ്ടയൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.